സ്തോത്രമേകം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം ആയിരിക്കും നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. 139 സങ്കീർത്തനം ആസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അപ്പം യഹോവ നമ്മളെ ശോധന ചെയ്യും, ഇത് അറിയും. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിൽ ഓരോ കാര്യങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അത് അറിയുമെന്നുള്ളതാണ്. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലാവും. നമ്മുടെ പാതകൾ, നമ്മുടെ വഴികൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മളെങ്ങനെയാണ് എല്ലാം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ആരാ? ദൈവമാണ്. യഹോവയെ നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാമേൽ ഇല്ല. നീ മുമ്പും പിമ്പും എന്നെ അടിച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. കണ്ടോ, കൈ എൻ്റെ മേൽ വെച്ച് എന്നെ ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനത്തിൽ കൂടി ദാവീദ് പറയുന്ന കാര്യമാണ്. ഇത് നമുക്കും ഉപകാരപ്രദമായിട്ടുള്ള സങ്കീർത്തനമാണ്. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അപ്പം ഈ പരിജ്ഞാനത്താൽ നിറയ്ക്കാൻ അല്ലെങ്കിൽ ജ്ഞാനത്താൽ നിറയ്ക്കാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നിൻ്റെ ആത്മാവിനെ ഓടിച്ച് ഞാൻ എവിടേക്ക് പോകും? അപ്പം ഈ ആത്മാവ്, നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നതാണ്. ദൈവം തന്നിരിക്കുന്ന ആത്മാവാണ് നമ്മളിലുള്ളത്. അപ്പം ഈ ആത്മാവിനെ മതി ദൈവത്തിന്. ഞാൻ സ്വർഗത്തിൽ കയറിയ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക് വിരിച്ച് നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ് ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലും, എവിടെ ചെന്ന് പാർത്താലും ദൈവം അറിയും. അതാണ്. അതുപോലെ തന്നെ ഈ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. ഇരുട്ടും വെളിച്ചവും എല്ലാം ദൈവത്തിന് ഒരുപോലെയാണ്. നീയല്ല എന്നതരങ്ങളെ നിർമ്മിച്ചത്. അപ്പം നമ്മളെ അറിയുന്ന ദൈവം അവിടെ നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദൈവം. എന്താണ്? ഭയങ്കര അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. കണ്ടോ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതേപോലെ നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നമുക്ക് ഈ കാലുള്ളതുകൊണ്ടല്ലേ നടക്കാൻ സാധിക്കുന്നത്, കൈ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, കണ്ണുള്ളതുകൊണ്ടല്ലേ, കണ്ണിന് കാഴ്ചയുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഓരോന്ന് കാണാൻ പറ്റുന്നത്, മൂക്കുള്ളതുകൊണ്ടല്ലേ ശ്വസിക്കാൻ പറ്റുന്നത്, നാവുള്ളതുകൊണ്ടല്ലേ നമുക്ക് വർത്തമാനം പറയാൻ സാധിക്കുന്നത്, അവയ്ക്കൂടെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത്, ചെവിയുള്ളവരെ കേൾപ്പാൻ സാധിക്കുന്നത്. ഇതെല്ലാം അതാതിൻ്റെ സ്ഥാനത്തായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച് തന്നിരിക്കുന്ന. നമ്മുടെ തലയിൽ മുടി പോലും നമുക്കറിയത്തില്ല, പക്ഷെ അത് പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതുപോലും ദൈവത്തിനറിയാം. നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് പോലും ദൈവത്തിന് അറിയാമെന്നുള്ളതാണ്. ദൈവം അതുകൊണ്ട് ദൈവം എന്നെ ശോധന ചെയ്ത്, അപ്പോൾ ആദ്യം പറയുന്നതല്ല, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. കണ്ട, ഏറ്റവും അവസാനം 139 സങ്കീർത്തനം ഏറ്റവും അവസാനത്തിൽ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. അപ്പോൾ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമെന്നാണ് ദാവീദ് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളെ ശാശ്വത മാർഗത്തിൽ നടത്തുവാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. കണ്ടോ, അതുപോലെ തന്നെ ദൈവമേ, അതായത് ഞാൻ ഉണരുമ്പോൾ ഇനി ഞാൻ നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. കണ്ടോ, ദൈവമേ നിൻ്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആവത്തുകയും എത്ര വലുത്. കണ്ടോ, അവയെ എണ്ണിയ മടലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിൻ്റെ അടുക്കൽ ഇരിക്കും. ഉണരുമ്പോഴും അതാണ്, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടി ഇരുന്ന് നമ്മളെ വഴി നടത്തും. നമ്മളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ചേത്തോടെ നടത്തട്ടെ. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്ന് നിങ്ങൾ ഓരോരുത്തരും മുമ്പോട്ട് പോവുക. എന്താ നിങ്ങളുടെ ആവശ്യം, അത് സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. പരീക്ഷ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അതായത് റിസൾട്ട് അറിയാനായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. നല്ല വിജയഫലം നിങ്ങൾക്ക് ലഭിക്കണം. അതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയമാണ്. തുടർന്ന് ഏത് കോഴ്സുകൾ, ഇതെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെ നിങ്ങൾ പഠിപ്പിക്കണം. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിനും വലിയ അനുഗ്രഹമായിരിക്കും. അപ്പം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ മരിക്കുന്നിടം വരെയും നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത് നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് പോകണം. ഞാനും അത്
ചെയ്ത് മുമ്പോട്ട് പോകണം. ഇതൊക്കെ ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നെ ഓർത്തും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാം ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.